ഫിലിം ഗ്യാരേജിന്റെ ഇന്നത്തെ കൽക്കി ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. വൈജയന്തി ഫിലിംസ് നിർമ്മിച്ച് തിയേറ്ററുകളിലേക്ക് എത്തിയ കഴിഞ്ഞ ആഴ്ചയിലെ സിനിമയാണല്ലോ ഇന്ത്യൻ സിനിമയിലെ തന്നെ വമ്പൻ പാനന്തൻ ബിഗ് ബഡ്ജറ്റ് സിനിമ കൂടിയ കൽക്കി. പ്രഭാസ്, അമിതാഭ് ബച്ചൻ, ദീപിക പദുക്കോൺ തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തി ഒട്ടനേകം കാമിയോ ഗസ്റ്റ് റോളുകൾ കണ്ട കൽക്കി എന്ന സിനിമ കൃത്യം 8 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിടുമ്പോൾ സിനിമയുടെ കേരള, തമിഴ്നാട് ഒപ്പം തന്നെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഒഫീഷ്യൽ കണക്കുകൾ പ്രകാരം ഒരു ദിവസം മുന്നേ തന്നെ 700 കോടിയിലേറെ കളക്ഷൻ എത്തപ്പെട്ട സിനിമ. ഒഫീഷ്യൽ നമ്പേഴ്സ് പ്രകാരം നിലവിൽ 8 ദിവസങ്ങൾ കൊണ്ട് 770 കോടിയിലേറെ സിനിമ കളക്ഷൻ നേടിയെടുത്തു എന്നാണ് ഇതിനോടകം തന്നെ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. എന്നാൽ അതേസമയം ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 665 കോടി രൂപയ്ക്ക് മുകളിലേക്ക് മാത്രമേ നിലവിൽ 8 ദിവസങ്ങൾ കൊണ്ട് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിട്ടുള്ളൂ. ബഡ്ജറ്റിനേക്കാൾ മുകളിലേക്ക് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനും എത്തപ്പെട്ടിരിക്കുകയാണ്. അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വേൾഡ് വൈഡ് കളക്ഷന്റെ കാര്യത്തിൽ സിനിമ ബ്രേക്ക് ഈവൻ ആകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇതിനിടയിൽ സിനിമയുടെ തമിഴ്നാട് ഏറ്റവും പുതിയ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് കണക്കുകൾ പുറത്തു വരുമ്പോൾ 28 കോടി രൂപയ്ക്ക് മുകളിലേക്ക് കൽക്കിയുടെ തമിഴ്നാട് കളക്ഷൻ മാത്രം എത്തപ്പെട്ടിരിക്കുകയാണ്. അവിടെ സിനിമ എപ്പിക് ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്തിരിക്കുന്നു എന്നാണ് ഒഫീഷ്യൽ പോസ്റ്ററിൽ നിന്ന് വ്യക്തമാക്കുന്നത്. ഇനി നമ്മുടെ കേരള ബോക്സ് ഓഫീസിലേക്ക് വരുമ്പോൾ 8 ദിവസങ്ങൾ കൊണ്ട് 18 കോടി 70 ലക്ഷം എന്ന മികച്ചൊരു കേരള ഗ്രോസ് കളക്ഷനിലേക്ക് കൽക്കി കേരളത്തിലും എത്തപ്പെട്ടിരിക്കുകയാണ്. ദുൽഖർ ആണല്ലോ സിനിമയുടെ കേരള വിതരണം സ്വന്തമാക്കിയത്. ദുൽഖറും വിജയ് ദേവരകൊണ്ടയും ഗസ്റ്റ് റോളുകളിലെത്തിയ സിനിമയിൽ വിജയ് ദേവരകൊണ്ടയുടെ ഒഫീഷ്യൽ ക്യാരക്ടർ പോസ്റ്റർ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. അർജുന എന്ന കഥാപാത്രമായിട്ടാണ് വിജയ് ദേവരകൊണ്ട സിനിമയിൽ എത്തിയത്. ശക്തമായ ഒരു കഥാപാത്രം, അതിലുപരി മികച്ച കയ്യടികളെല്ലാം തന്നെ നേടിയെടുത്ത ഡയലോഗ്സ് എല്ലാം തന്നെ ഉള്ളൊരു കഥാപാത്രം കൂടിയാണ് വിജയ് ദേവരകൊണ്ട അവതരിപ്പിച്ച അർജുന എന്ന ചരിത്ര കഥാപാത്രം. അതേസമയം ദുൽഖറിലേക്ക് വരികയാണെങ്കിൽ ദുൽഖർ ക്യാപ്റ്റൻ എന്നൊരു കഥാപാത്രത്തെയാണല്ലോ ആദ്യ ഭാഗത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. വളരെ കുറച്ച് സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള ആ ഒരു കഥാപാത്രത്തിന് അടുത്ത ഭാഗങ്ങളിൽ കൂടുതൽ സ്ഥാനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ നേരത്തെ തന്നെ നമുക്ക് സംശയമുണ്ടായില്ല. ഇപ്പോഴത് ശരിവയ്ക്കുന്ന ഒരു അപ്ഡേറ്റ് സിനിമയുടെ സംവിധായകൻ നാഗശ്വിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുകയാണ്. കൽക്കി യൂണിവേഴ്സിൽ വരാനിരിക്കുന്ന അടുത്ത ഭാഗങ്ങളിൽ ദുൽഖറിന് വലിയ സ്പേസ് തന്നെ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള കൽക്കി വാർത്തകൾ കേട്ട്.